गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ओम शांति शांति शांति। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। സ്നേഹസ്വരൂപനായ ചിദാനന്ദപുരി സ്വാമിജി ശ്രോതാക്കളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള പഠിതാക്കളായി ഇവിടെ എത്തിയിട്ടുള്ള സജ്ജനങ്ങളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ തുടർന്നു വരുന്ന ഭഗവത്ഗീത പഠനം ഇന്നിവിടെ 4-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീമദ് അശേഷാനന്ദ സ്വാമിജി പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ഭഗവത്ഗീതയെക്കുറിച്ച് ആമുഖമായിട്ട് നിങ്ങൾ പല പ്രാവശ്യം കേട്ട് കാണും. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരുന്നതായിരിക്കും ഔചിത്യം എന്ന് തോന്നുന്നു. പന്ത്രണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞ് 13-ാമത്തെ ശ്ലോകത്തിലേക്ക് എത്തുമ്പോൾ ചാതുർവർണ്ണ്യം എന്ന ഒരു വിഷയമാണ് അതിൽ പ്രമേയമായി ഭഗവാൻ അവതരിപ്പിക്കുന്നത്. ഏറെ ചർച്ചകൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടിയാണത്. കാരണം ഇന്ന് ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നിട്ടുണ്ട്. ഭഗവത്ഗീത വർണ്ണാശ്രമധർമ്മത്തെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രന്ഥമാണ്. വർണ്ണാശ്രമധർമ്മം ജാതി വ്യവസ്ഥയാണ് എന്ന് വളരെ ശക്തമായൊരു കൂട്ടരതിനെ വിമർശന വിധേയമാക്കുന്നതിലൂടെ ഏറെക്കുറെ ആളുകൾ മുൻധാരണയോടെ എടുക്കുന്നു ഭഗവത്ഗീത പഠിക്കുന്നത് ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനോഭാവത്തെ വളർത്തുന്നതിന് സഹായിക്കുന്നതാണ് എന്ന് ചിന്തിച്ചു പോകുന്ന കുറേ ജനങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. വളരെ മൂല്യവത്തായ ഒരു ഗ്രന്ഥത്തിന് അത്തരത്തിലൊരു വിമർശനാത്മകമായ സമീപനം ആദ്യ പഠിതാക്കളുടെ മനസ്സിൽ തന്നെ വരികയാണെങ്കിൽ ദീർഘകാലം ചിലപ്പോൾ ഇത്തരം ഒരു ഗ്രന്ഥം അവർ മാറ്റിവെച്ചേക്കാം, പഠന വിധേയമാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ മാറ്റിവെക്കാനായിട്ട് സാധ്യതയുണ്ട്. ഭഗവത്ഗീതയ്ക്ക് വേറെ ഒരു വിമർശനം വന്നിട്ടുള്ളത് ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നതായിരുന്നു. ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറയുന്നു, യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഇതാണ് ഒരു വിമർശനം ഭഗവത്ഗീതയ്ക്ക് വന്നിട്ടുള്ളത് വേറെ. പക്ഷേ അതൊക്കെ ഭഗവത്ഗീതയുടെ ആന്തരിക ദർശനത്തെ മനസ്സിലാക്കുമ്പോൾ മനുഷ്യ മനസ്സിൽ നിന്ന് ഭഗവത്ഗീത നൽകുന്ന ആ ദാർശനിക സാന്ത്വനം ഈ വിമർശനങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമാണ്
നമ്മളുടെ ഈ കേരളത്തിലെ തന്നെ ജനസംഖ്യയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയെ അടുത്തറിയുന്നവരായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ് ഭഗവാൻ ഈ ചാതുർവർണ്ണ്യത്തെക്കുറിച്ചിട്ട് പറയുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ അവബോധം, അറിവ് ഈ കാര്യത്തിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും ആരെങ്കിലും വിമർശനാത്മകമായിട്ട് ഈ ഗ്രന്ഥത്തെ സമീപിക്കുമ്പോൾ അതിനെ തിരുത്തുവാൻ എങ്കിലും നമുക്ക് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് കരുതുന്നു. 2 സ്വാമിജിമാരുടെ പ്രഭാഷണങ്ങൾ ഞാനിപ്പോൾ വന്നതിന് ശേഷം കേട്ടു. അവരുടെ ഒരു രീതി അവലംബിച്ചുകൊണ്ട് ഞാൻ ആദ്യം ഈ ശ്ലോകം ചൊല്ലാം. ശ്ലോകം 13. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്ധ്യകർത്താരമവ്യയം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരം അപി മാം വിദ്ധി അകർത്താരം അവ്യയം എന്ന് നമുക്ക് പദച്ഛേദം ചെയ്യാൻ പറ്റും. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ചാതുർവർണ്ണ്യം ഗുണകർമ്മ വിഭാഗശഃ, ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗം അനുസരിച്ച് മയ എന്ന് പറഞ്ഞാൽ എന്നാൽ എന്നാണ്, ഇവിടെ ഭഗവാനാൽ എന്ന് മനസ്സിലാക്കണം. സൃഷ്ടം, സൃഷ്ടിക്കപ്പെട്ടതാണ്. തസ്യ, ആ ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ കർത്താരം, കർത്താവ് മാം ഞാൻ ആണ്, എന്നെ കർത്താവായിട്ട് മനസ്സിലാക്കിയാലും അതോടൊപ്പം തന്നെ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നു, അവ്യയം നാശരഹിതമായ അകർത്താരം അകർത്താവായും അവ്യയനായും എന്നെ മനസ്സിലാക്കൂ എന്നാണ്, എന്നെ അറിയൂ, അപി വിധി എന്ന്. ഇവിടെ ഭഗവാന്റെ ഒരു സംഭാഷണത്തിൽ ഈ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരേ സമയം ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ കർത്താവും അതേസമയം അകർത്താവും ആണെന്ന് പറയുക. ഇത് ഒരർത്ഥത്തിൽ ആദ്യം മുതൽ തന്നെ ഭഗവത്ഗീതയുടെ പഠനത്തിൽ നമ്മൾ പുലർത്തിപ്പോന്നിട്ടുള്ളൊരു സമീപനത്തെ ആണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഭഗവത്ഗീത ഒരേ സമയം 2 ഘട്ടങ്ങളിലൂടെ മനുഷ്യരെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഒന്നാമതായി നാം നമ്മളുടെ വ്യക്തിത്വത്തിനെ ഒന്ന് പരിപക്വമാക്കിയെടുത്തതിന് ശേഷമാണ് ജ്ഞാനപ്രാപ്തി കൈവരിച്ച് മോക്ഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക്, ഒരു ജീവന് കഴിയുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ചിത്തശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഒരു വ്യക്തി നടത്തണം. ഒരു പർഗേഷൻ, ഇന്നർ പർഗേഷൻ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഒരർത്ഥത്തിൽ എല്ലാ സാധനകളും ഈ ആന്തരിക ശുദ്ധീകരണത്തിനും ആന്തരികമായ പരിപാവനത്വം നമുക്ക് കൈവരിക്കുവാനുമുള്ള ഉപായങ്ങളായിട്ട് കരുതേണ്ടതാണ്. ഭഗവാൻ ഇതിൽ അവതരിപ്പിക്കുന്ന, ഈ ഭഗവത്ഗീതയിൽ അവതരിപ്പിക്കുന്ന കർമ്മയോഗ എന്ന് പറയുന്നത് യോഗാത്മകമായി കർമ്മത്തെ അനുഷ്ഠിക്കുക എന്ന പ്രക്രിയയിലൂടെ നമ്മളുടെ വ്യക്തിത്വത്തിന് ഉണ്ടാകുന്ന ശുദ്ധീകരണം. ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമ്മളിൽ സംഭവിക്കുന്നത്? എന്തിന് നമ്മൾ നമ്മളെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്? മനുഷ്യൻ എന്തിനാണ് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത്?
മറ്റ് ജീവജാലങ്ങളൊന്നും അവയെ ശുദ്ധീകരിക്കുന്നില്ലല്ലോ. മനുഷ്യൻ ജന്മനാൽ അശുദ്ധനാണോ? എന്താണ് മനുഷ്യനിലെ അശുദ്ധി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മളുടെ ആന്തരിക പ്രകൃതിയെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന വേളയിൽ എന്തൊക്കെ സംസൃഷ്ടമായിട്ടുണ്ടോ അവയെല്ലാം 3 ഗുണങ്ങളുടെ സങ്കലനമാണ്, അല്ലെങ്കിൽ 3 ഗുണങ്ങളുടെ കോമ്പിനേഷനാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ 3 ഗുണങ്ങൾ സാത്വികം, രാജസം, താമസം, ഈ 3 ഗുണങ്ങളുടെ പല അനുപാതത്തിലുള്ളതാണ് ഓരോ സംസൃഷ്ടമായ ജീവിയും. സംസൃഷ്ടമായതെല്ലാം മനുഷ്യൻ മാത്രമല്ല, ഇവിടെ എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെയാണോ ഈ പ്രകൃതിയിൽ ആവിഷ്കൃതമായിട്ടുള്ളത്, ആവിർഭൂതമായിട്ടുള്ളത്, അവയെല്ലാം തന്നെ ഈ 3 ഗുണങ്ങളുടെ കോമ്പിനേഷനാണ്. അത് നമ്മളുടെ പരിണാമ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, എവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു ശില മുതൽ മനുഷ്യൻ വരെ എത്തി നിൽക്കുന്ന ജീവികളിലൊക്കെ തന്നെ ഈ 3 ഗുണങ്ങളുടെ പല കോമ്പിനേഷനുകളുണ്ട്. ഒരു ശില എടുത്താൽ ആ ശില എന്തുകൊണ്ട് അചേതനം എന്നതുപോലെ തോന്നിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ തമോ ഗുണത്തിൻ്റെ ആധിക്യമുള്ളത് കൊണ്ടാണ് ആ ശില ശിലയായിട്ടിരിക്കുന്നത്. അതിനർത്ഥം അത് സമ്പൂർണമായി അചേതനം എന്നല്ല. ഒരു ശില അതിൽ ഛേദനത്വം മറഞ്ഞിരിക്കുന്നു എന്നേ പറയാൻ കഴിയുള്ളൂ. ഒരു ശിലയിൽ അതിനേക്കാളും കുറച്ചും കൂടിയും ഛേദനത്വം പ്രകടമായി കാണുന്നു ചെടികളിലും ഒക്കെ. ഒരു വൃക്ഷത്തിന് അതുകൊണ്ട് ഛേദനത്വമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ താമസ ഗുണം ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കല്ലിൻ്റെ അത്ര താമസ ഗുണം അതിലില്ല. അതൊരു എവല്യൂഷണറി ഹിസ്റ്ററിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പരിണാമത്തിൻ്റെ വികാസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് ഈ ജീവജാലങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. മൃഗത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നു. ചലനം രജോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. മനുഷ്യനിൽ എത്തി നിൽക്കുമ്പോൾ മനുഷ്യനിലാണ് സാത്വിക ഗുണം വർദ്ധിതമായ രീതിയിൽ വരുന്നത്. പക്ഷെ മനുഷ്യൻ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യൻ രജോ ഗുണപ്രധാനിയായിരിക്കാം, ചിലപ്പോൾ തമോ ഗുണപ്രധാനിയായിരിക്കാം, ചിലപ്പോൾ സത്വഗുണപ്രധാനിയായിരിക്കാം. ഇതൊക്കെ അവൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയായിട്ട് നമ്മൾ എണ്ണണം. മനുഷ്യൻ അതുകൊണ്ട് ഈ ജീവസൃഷ്ടികളിൽ ഏറ്റവും സങ്കീർണമായ ഒരു ജീവിയാണ്, വ്യക്തിത്വമാണ്. അവൻ്റെ വ്യക്തിത്വത്തെ നമുക്ക് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ അധികം സങ്കീർണമായ പല ചോദ്യങ്ങളിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ ചിലർ ഹിംസാലുക്കളാണ്, ചിലർ ശാന്തശീലന്മാരാണ്, സമാധാനപ്രിയരാണ്, ചിലർ അമിതമായി സംസാരിക്കുന്നവരായിരിക്കില്ല, ചിലർ അമിതമായി സംസാരിക്കുന്നവരായിരിക്കും, ചിലർ ഭക്ഷണപ്രിയരാണ്, ചിലർ ജീവികളെ കൊന്നു തിന്നുന്നതിൽ രുചി കണ്ടെത്തുന്നവരാണ്, ചിലർ പഴങ്ങളും ഇലകളും കഴിക്കുന്നതിൽ ഇഷ്ടമുള്ളവരാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വത്തിലെ ഈ ഗുണങ്ങളുടെ, ത്രിഗുണങ്ങളുടെ കോമ്പിനേഷൻ്റെ അനുപാതത്തിൻ്റെ വ്യത്യസ്തത അനുസരിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ 4 വർണ്ണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ചാതുർവർണ്ണ്യം ചത്വാരഹ ഏവ വർണ്ണാഹ, ചാതുർവർണ്ണ്യം എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. 4 വർണ്ണങ്ങൾ ആണ് ഇരിക്കുന്നത്. 4 തരത്തിലുള്ള വർണ്ണങ്ങളുണ്ട്. വർണ്ണം എന്നതിന് കളർ എന്നാണ് അർത്ഥം. വർണ്ണം എന്നതിന് കളർ. തമോ ഗുണത്തിന് ഒരു കളറേഷൻ ഉണ്ട്, അത് വ്യക്തിത്വത്തിൽ കളറേഷൻ ചെയ്യുന്നുണ്ട്, വ്യക്തിത്വത്തിന് ഒരു വർണ്ണം കൊടുക്കുന്നുണ്ട്. നമ്മുടെ രജോ ഗുണത്തിനും അതിൻ്റേതായിട്ടുള്ള വർണ്ണം. ഈ വർണ്ണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ
ആ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗുണങ്ങളുടെ കോമ്പിനേഷനുകളെ ഈ വർണ്ണം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മയാ സൃഷ്ടം എന്ന് പറയുമ്പോൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ എന്നാൽ എന്ന് പറയുമ്പോൾ അർജുനൻ്റെ സാരഥിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഈ 3 ഗുണങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അതിലെന്തോ അനൗചിത്യം പോലെ തോന്നും. അങ്ങനെയല്ല, ഭഗവാൻ ഈശ്വരൻ്റെ ഒരു പ്രതിനിധീകരണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ ആ സൃഷ്ടിയിൽ ഈ 3 വർണ്ണങ്ങളും ഈ 3 ഗുണങ്ങളും 4 വർണ്ണങ്ങളുടെ കോമ്പിനേഷനുകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ വർഗീകരണം ശരിക്കും ശാസ്ത്രീയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ശാസ്ത്രീയമായിട്ടുള്ളതാണോ ഈ 4 വർഗീകരണം? 4 തരത്തിലുള്ള വർണ്ണങ്ങളെ വർഗീകരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെക്കുറിച്ച് പുരുഷ സൂക്തത്തിൽ പറഞ്ഞ ഒരു ഭാഗം ആചാര്യസ്വാമികൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ഇത്യാദി ശ്രുതേഹേ എന്ന്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ 4 തരത്തിലുള്ള വർണ്ണങ്ങളാണ് ചത്വാരഹ വർണ്ണാഹ എന്ന അർത്ഥത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ ചർച്ചാ വിഷയം വരുന്നത് ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ജാതികളല്ലേ എന്നാണ്. സമൂഹത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നു, ക്ഷത്രിയനായിട്ട് ജനിക്കുന്നു, വൈശ്യനായിട്ട് ജനിക്കുന്നു, ശൂദ്രനായിട്ട് ജനിക്കുന്നു. ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നവരെല്ലാവരും ബ്രാഹ്മണന്മാരാകുന്നു, ക്ഷത്രിയ കുലത്തിൽ ജനിക്കുന്നവരെല്ലാവരും ക്ഷത്രിയന്മാരാകുന്നു. ഇങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിച്ചു വന്നിരിക്കുന്നതും കണ്ടുവന്നിരിക്കുന്നതൊക്കെ. ഇതിനെതിരെയാണല്ലോ ഇന്ന് സമൂഹത്തിൽ വളരെയധികം പ്രതിഷേധങ്ങളുണ്ടാകുന്നത്. ശൂദ്രനായിരിക്കുന്നവന് സമൂഹത്തിൽ വേണ്ടത്ര സ്വീകാര്യതയോ അംഗീകാരമോ നീതിയോ ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തെയാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീത ആ ജാതി വ്യവസ്ഥയെ ആണോ പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, ഗുണകർമ്മ വിഭാഗശഃ, ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വിഭജനമെന്ന്, അല്ലാതെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല എന്നാണ്. ജാതി എന്ന് പറയുന്നത് ജന്മം കൊണ്ട് ഒരാൾ ഇന്ന ഗുണത്തിൽ വരുന്നു അല്ലെങ്കിൽ ഇന്ന ഗുണഘടനയിൽ വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വർണ്ണത്തിൽ വരുന്നു എന്നുള്ളതല്ല ഭഗവത്ഗീത ഇവിടെ പ്രതിപാദിക്കുന്നത്. പകരം ഓരോരുത്തരും ജന്മമെടുത്ത ഓരോന്നിലും ഒരു ഗുണഘടനയുണ്ട്, ഒരു ഗുണത്തിൻ്റെ പാറ്റേൺ ഉണ്ട്, ഒരു ഗുണസ്വഭാവമുണ്ട് എന്ന് ഭഗവത്ഗീത പറയുന്നു. അത് ആചാര്യസ്വാമികൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഗുണകർമ്മ വിഭാഗശഃ, ഗുണവിഭാഗശഃ കർമ്മ വിഭാഗശഃ ച ഗുണാഃ സത്വരജസ്തമാംസി തത്ര സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമോ ദമ തപ ഇത്യാദീനി കർമാണി. ഈ 4 ഗുണഘടനയോട് കൂടിയ വ്യക്തികളുടെ ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഗുണഘടനയോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ശമം ദമം തപ ഇത്യാദീനി, ഇത്തരം സവിശേഷതകളോടുകൂടിയ കർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആന്തരികമായ ശുദ്ധീകരണവും ശാന്തിയും സമാധാനവും സുഖവും ലയവും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ, നമ്മൾ ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചു കാണണം സ്വധർമ്മത്തെക്കുറിച്ചിട്ട്. ഓരോ വ്യക്തിയും അവരവരുടെ സ്വധർമ്മത്തിലൂടെയാണ് ജീവിതത്തെ ആവിഷ്കരിക്കുന്നത്. ഒരു വൃക്ഷം വിത്തിൽ നിന്ന് വളർന്ന് അത് മരമായി
മരത്തിൽ നിന്ന് പൂക്കളുണ്ടായി, കായുണ്ടായി, ആ കായ പഴുത്ത് അതിൽ നിന്ന് വീണ്ടും വിത്തുണ്ടാകുന്നത് പോലെ മനുഷ്യജന്മവും പുഷ്കലമായി തീരുന്നത്, മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കുന്നത് അവൻ്റെ സ്വധർമ്മം അവൻ ഈ ഭൂമിയിൽ വിഘ്നങ്ങളില്ലാതെ, തടസ്സങ്ങളില്ലാതെ, ഇൻഹിബിഷനില്ലാതെ ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആ കർമ്മങ്ങളിൽ അസംഗമായിരിക്കാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ, അൺഅറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാൻ കഴിയുകയാണെങ്കിൽ, അവൻ്റെ സ്വധർമ്മത്തിൽ അൺഅറ്റാച്ച്ഡ് ആയിരിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുകയാണെങ്കിൽ ആ അസംഗസ്ഥിതിയിലാണ് ഒരു വ്യക്തിയിൽ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരർത്ഥത്തിൽ അവനിലെ കർമ്മത്തിൻ്റെ പ്രാരബ്ധമായിട്ടുള്ള ഭാഗങ്ങൾ ഒരു ക്ലോക്ക് എങ്ങനെയാണോ അൺവൈൻഡ് ആയി തീരുന്നത് അതുപോലെ അയഞ്ഞ് തീരുകയാണ്. ഈ സമയത്ത് പ്രാരബ്ധ കർമ്മങ്ങൾ അഴിഞ്ഞു തീരുന്ന സമയത്ത് നമ്മൾ അതിൽ കർത്തൃത്വഭാവത്തിലും സംഘഭാവത്തിലിരിക്കുകയാണെങ്കിൽ ആ കർമ്മം നമ്മളെ ബന്ധിക്കുന്നതായിരിക്കും. അപ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കുകയും ആ സ്വധർമ്മത്തിൽ നിസ്സംഗമായിട്ട് വർത്തിക്കുകയും ആ നിസ്സംഗതയിൽ ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യണം. ഒരു പ്യൂരിഫിക്കേറ്ററി പ്രോസസ്സാണത്, ശുദ്ധീകരണ പ്രക്രിയയാണ് ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം. അപ്പം അങ്ങനെ അകത്തിരിക്കുന്ന പ്രാരബ്ധം അഴിഞ്ഞു തീരുമ്പോൾ നമ്മൾ കർമ്മഭാരത്തിൽ നിന്നും ഒരു ലഘുത്വത്തിലേക്ക്, ലഘു ആയ അവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. ഭഗവത്ഗീത ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം എത്രയോ ആളുകൾ പല ആചാര്യന്മാരും പറയുന്നുണ്ട്, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഈ നിമിഷത്തിൽ ആയിരിക്കണം എന്ന്. ഈ നിമിഷത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ നിമിഷത്തിലായിരിക്കാൻ കഴിയുന്നു? ഈ നിമിഷത്തിൽ ആയിരിക്കുക എന്നുള്ളത് എന്താണ് അർത്ഥമാക്കുന്നത്? ഭഗവത്ഗീതയുടെ കോണ്ടക്സ്റ്റിൽ നിന്ന് ആധുനിക ചിന്തയുടെ കോണ്ടക്സ്റ്റിലേക്ക്, സന്ദർഭത്തിലേക്ക് വരുമ്പോൾ ആളുകൾ പരിശീലിപ്പിക്കുന്നത്, ആചാര്യന്മാർ പലരും പരിശീലിപ്പിക്കുന്നു. ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഒരു ചിന്താരീതി നോക്കുമ്പോൾ ജീവിതത്തെ ഈ നിമിഷത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന നിമിഷത്തിൽ നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്ന് നമ്മൾ വിമോചിതരായിരിക്കും. ഇന്നലുകളുടെ ഓർമ്മകളിൽ നിന്ന് നമ്മൾ വിമോചിതരായിരിക്കും. ഇത് രണ്ടും എന്താണ്? ഇന്നലകളെക്കുറിച്ച് ഞാൻ ഓർക്കുകയും നാളുകളെക്കുറിച്ച് ഞാൻ ആകാംക്ഷാഭരിതമായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് മനസ്സ് ഒരർത്ഥത്തിൽ കർമ്മഫലത്തെ അന്വേഷിക്കുകയാണ്. അപ്പം കർമ്മഫലത്തെ അന്വേഷിക്കുന്ന മനസ്സ് കാലബോധം ശക്തമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി, നിങ്ങളുടെ മനസ്സ് നാളെയെക്കുറിച്ച് ഉത്കണ്ഠാഭരിതമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കാലബോധം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാലബോധം മനുഷ്യ മനസ്സിൽ എപ്പോൾ ലഘൂകരിക്കാൻ കഴിയും? നാളെ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് ഉത്കണ്ഠാഭരിതമായിട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ന് ഞാൻ ചെയ്യുന്ന എൻ്റെ കർമ്മത്തിൽ ആസ്വാദനത്തോടു കൂടി വർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് കൂടുതൽ ആനന്ദദായകമായിരിക്കും. അത് ഒരു സമ്പൂർണ്ണ ആന്തരിക ശുദ്ധീകരണത്തിനുള്ള വഴിയുമായിരിക്കും. ഇതാണ് ഒരു വ്യക്തി, ഇത് ഇന്നിലിരിക്കുക എന്നുള്ളത് എപ്പോഴാണോ നമ്മൾ കർമ്മം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ നിമിഷത്തിലെ ബോധസ്ഥിതിയിൽ പൂർണ്ണമായിട്ട് സാക്ഷിഭാവത്തിൽ വർദ്ധിക്കുക എന്നുകൂടി അർത്ഥം ഉണ്ടെന്ന് അറിയണം. ഭഗവത്ഗീതയ്ക്ക് സാമ്പ്രദായികമായ ഒരു വ്യാഖ്യാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്. മനുഷ്യജന്മം സ്വധർമ്മത്തിൻ്റെ ആവിഷ്കാരത്തിനുള്ളൊരു വേദിയാണ്. ഈ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് ചിത്തശുദ്ധീകരണാർത്ഥമാണ്. ചിത്തശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കർമ്മത്തെ കർമ്മയോഗയായിട്ട് നമ്മൾ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെ ചിത്തശുദ്ധീകരണം സാധ്യമാകുമ്പോൾ അതിൻ്റെ പരമലക്ഷ്യമായിട്ടുള്ള ജ്ഞാനം നമ്മളിൽ പ്രകാശിക്കുകയും അതിലൂടെ മോക്ഷം സാധ്യതമായിട്ട് തീരുകയും ചെയ്യുന്നു. ഇതാണ് ഭഗവത്ഗീതയുടെ ആന്തരികമായ ഒരു സ്വഭാവം. ഇപ്പം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ.
ഈ ഗുണകർമ്മങ്ങളുടെ വിഭാഗത്തിലാണ് 4 വർണ്ണങ്ങൾ ഈ സമൂഹ വ്യവസ്ഥിതിയിൽ നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചു, ഇപ്പോഴത്തെ ജാതി വ്യവസ്ഥ പ്രകാരം ആ വ്യക്തിയിൽ അയാൾ കച്ചവടത്തിന് പോകുന്നു, ബിസിനസ്സുകാരനായിട്ടിരിക്കുന്നു. ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചു, അയാൾ മിലിറ്ററിയിൽ ചേർന്ന് യോദ്ധാവായിട്ട് മാറുന്നു. ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചു, അയാൾ ഒരു അധ്യാപകനായിട്ട് അധ്യാപനം ചെയ്യാൻ പോകുന്നു. ഇതിൽ ജാതി കൊണ്ട് ഒരാൾ ബ്രാഹ്മണനാണെങ്കിലും അവരുടെ താല്പര്യങ്ങളിൽ, മുഖ്യ താല്പര്യങ്ങളിൽ ഇരിക്കുന്നത് അവർ ഗുണഘടന വ്യത്യസ്തമാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇന്ന് ക്രിക്കറ്റ് കളിയിലൊക്കെ പല ശർമ്മമാരും നല്ല ക്രിക്കറ്റ് കളിക്കാരാണ്. അവരുടെ ഗുണഘടനയിൽ രജോ ഗുണ പ്രധാനികളായിട്ടുള്ളവരാണ് അവർ. പക്ഷെ അവർ ശർമ്മമാരാണ്, ബ്രാഹ്മണരാണ്, അവരുടെ ജാതി ബ്രാഹ്മണരാണ്. അതുകൊണ്ട് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലല്ല ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ഇത് ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങളിലെ സാത്വിക ബോധമാണ് ശ്രവണത്തിനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം. ഈ സാത്വിക ബോധം നിങ്ങളുടെ ജാതിയുടെ അടിസ്ഥാനത്തിലാണോ വരുന്നത്? ഒരർത്ഥത്തിലും അങ്ങനെയല്ല. സാത്വിക ബോധം വർണ്ണം പരിണാമിയാണ്, സ്ഥൈതികമല്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിലിരിക്കുന്ന സാത്വിക, രാജസിക, താമസിക ഗുണഘടന ജനിക്കുന്ന അന്നു മുതൽ മരിക്കുന്ന അന്ന് വരെ ഒരേപോലെ ഇരിക്കുന്നതല്ല. നമ്മൾക്ക് ചില നമ്മേക്കാൾ ബോധനിലവാരമുള്ളൊരു വ്യക്തിയുടെ സാമീപ്യത്തിൽ നമ്മൾ എത്തിപ്പെട്ടാൽ പെട്ടെന്ന് ഗുണഘടന മാറും. നമ്മുടെ അധ്യാത്മ സംസ്കാരമുള്ളൊരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ മുമ്പ് രാജസ് ഗുണഘടനയോടുകൂടി ഇരുന്ന ഞാൻ വന്ന് കുറച്ചു നേരം ഇരിക്കാൻ നോക്കുകയാണ്, പെട്ടെന്ന് എൻ്റെ മനസ്സ് ശാന്തമാകും, സാത്വിക ഭാവത്തെ കൈക്കൊള്ളും, എൻ്റെ ഗുണഘടന മാറും. അതിൽ രാജസ പ്രധാനമായ ആ ഗുണഘടന രാജസം സെക്കൻഡറി ആവുകയും സാത്വിക മുൻഗമിക്കുകയും ചെയ്യും. സാത്വിക ഭാവം മുൻഗമിച്ചാൽ എന്നിലെ ബ്രാഹ്മണ്യം മുന്നിലേക്ക് വരുന്നു അർത്ഥം, ശ്രവണത്തോടു കൂടിയിട്ട്. തത്വചിന്ത ശ്രവണം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ വരുന്ന പരിവർത്തനത്തെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പല ആളുകൾക്കും പല മഹാത്മാക്കളുടെയും അടുത്ത് പോകുമ്പോൾ ഈ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്സംഗമാണ് മനുഷ്യൻ്റെ പരിവർത്തനത്തിൻ്റെ ആദ്യത്തെ നാന്ദിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാത്മാക്കളുടെ അടുത്ത് നിങ്ങൾ കേൾക്കണമെന്നൊന്നുമില്ല. മഹാത്മാക്കൾ പലരും സംസാരപ്രിയരല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. പല മഹാത്മാക്കളും മൗനികളാണ്. അവരുടെ സവിധത്തിൽ വന്ന് ഇരിക്കുന്ന മാത്രയിൽ തന്നെ അവരുടെ സാന്നിധ്യം തന്നെ നമ്മളെ ചിത്തശുദ്ധീകരണം നടത്തും. ഒരു ബക്കറ്റിൽ കലക്ക് വെള്ളം എടുത്തു വെച്ച് ഇവിടെ വെച്ച് നോക്കൂ. ആ കലക്ക് വെള്ളത്തെ തെളിയിക്കാൻ നിങ്ങൾ എന്ത് വിദ്യയാണ് ചെയ്യുക? ആ കലക്ക് വെള്ളത്തെ തെളിയിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? വെറുതെ വെച്ചാൽ മതി അവിടെ. അങ്ങനെ വെറുതെ വെക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അപര്യാപ്തത. ഒന്നും വെറുതെ വെക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും മനസ്സ് ചഞ്ചലമായിരിക്കും, ചലനാത്മകമായിരിക്കും. നമ്മളുടെ മനസ്സ് വെറുതെ ഇരിക്കുന്നില്ല, നമ്മൾ നമ്മളുടെ മനസ്സിനെ നിരന്തരമായി കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു മഹാത്മാവിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് ആ മഹാത്മാവിൻ്റെ ശാന്തിയുള്ള ഹൃദയം നമ്മളിലേക്ക് പ്രവേശിക്കുകയും നമ്മളുടെ ചിത്തവൃത്തികൾ അടങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ കലക്ക് നിശ്ചലമാവുകയും മനസ്സ് സ്വച്ഛമാവുകയും ചെയ്യും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഗുണഘടന എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥൈതികമല്ല. ഗുണഘടന ചലനാത്മകമാണ്. ഞാൻ അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ച ഒരു ഭക്തൻ വന്നിട്ട് സംസാരിക്കുന്ന സംഭാഷണം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ ചെറിയ സംഭാഷണം ഒന്ന് വായിക്കാം. കാരണം നമുക്കത് ഈ സന്ദർഭത്തിൽ വളരെ അധികം ഉപകരിക്കുന്നതാണ്. ആ ഭക്തൻ വന്ന് ഗുരുവിനോട് പറയുകയാണ്, മഹാത്മാഗാന്ധി വർണ്ണാശ്രമം നല്ലതാണെന്നാണ് പറയുന്നത് എന്ന് ഗുരുവിനോട് പറഞ്ഞു.
അപ്പോൾ ഗുരു വർണ്ണം ആശ്രമം രണ്ടും രണ്ടാണ്. ഗുരു പറയാണ് വർണ്ണം എന്നതും ആശ്രമം എന്നതും രണ്ടും രണ്ടാണ്. ഇത് കൂട്ടിക്കുഴച്ച് പറയരുത്. ഒന്നാമത്തെ കാര്യം, അത് നല്ലൊരു ഉപദേശമാണ്. ആശ്രമം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിനെ സംബന്ധിച്ച ഒരു പ്രശ്നങ്ങളും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ വർണ്ണാശ്രമം എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. വർണ്ണസംബന്ധമായ വർണ്ണവ്യവസ്ഥയെ സംബന്ധിച്ചാണ് സമൂഹത്തിൽ ഇന്ന് പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഗുരു പറയുന്നു ഇത് രണ്ടും രണ്ടാണ്. സാധാരണ ഗുരുവിനെ പറയാണ്, സാധാരണ ജാതിയെ പറ്റി പറയുമ്പോൾ വർണ്ണാശ്രമം എന്നാണ് പറയുന്നത്. വർണ്ണം എന്നാൽ ഗാന്ധി എന്താണെന്നാണ് പറയുന്നത്? ഭക്തനോട് ചോദിക്കുകയാണ്. വർണ്ണം എന്ന് പറയുമ്പോൾ ഗാന്ധി എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുക. ഇപ്പോൾ ഭക്തൻ പറയുന്നു വർണ്ണം ജാതിയല്ല. മഹാത്മാഗാന്ധിയുടെ അറിവാണ് പറയുന്നത്. വർണ്ണം ജാതിയല്ല, ജാതിയും വർണ്ണവുമായി സംബന്ധമില്ല എന്നാണ് ഗാന്ധി പറയുന്നത് എന്ന് ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ ഗുരു പറയാണ് ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കി ആയിരിക്കാം. അത് ഭഗവത്ഗീതയുടെ തത്വമാണത്. ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കാം. എന്നാലും ഗുരു പറയാണ് ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ എന്ന്. ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായിട്ട് ഒന്നുമില്ല. ഏതെങ്കിലും ഗുണം സ്ഥിരമായിട്ടിരിക്കുന്നുണ്ടോ? ഗുണം ചലനാത്മകമാണ്. എന്തുകൊണ്ട് ചലനാത്മകമാണ്? ഗുണം പ്രകൃതിയുടേതാണ്. പ്രകൃതിയിലെ ഒരു വസ്തുവും ഒരു നിമിഷവും നിശ്ചലമായിട്ടിരിക്കുന്നില്ല. നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗുണങ്ങൾ. പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ആറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ആറ്റത്തിൻ്റെ ഘടന ഇതൊക്കെ നിരന്തരമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പാർട്ടിക്കിളുകളെല്ലാം. അതുപോലെ തന്നെ ഈ വർണ്ണം എന്ന് പറയുന്നതും സൂക്ഷ്മതലത്തിൽ നിരന്തരം ചലനാത്മകവും പരിവർത്തിതവുമായി കൊണ്ടിരിക്കുന്നതാണ് എല്ലാം. അപ്പോൾ ഗുരു അതങ്ങനെ പറയുകയാണ്, അതായത് ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരാളുടെ ഗുണകർമ്മങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ ശാന്തി ഉണ്ടായിരുന്നു. രാവിലെ നല്ല സാത്വിക ഭാവമായിരുന്നു അർത്ഥം. ഉച്ച തിരിഞ്ഞപ്പോഴാണ് എൻ്റെ ശത്രുവായ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. ഉടനെ സാത്വിക ഭാവം പിൻഗമിക്കുകയും രാജസഭാവം മുൻഗമിക്കുകയും ഞാൻ ക്രോധാകുലനായിട്ട് തീരുകയും ചെയ്തു. അയാളെ കണ്ടപ്പോൾ രാജസം മുന്നോട്ട് വന്നു. അതിൻ്റെ അർത്ഥം ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞത് വലിയ ഒരു സത്യമാണ്. ചലനം പ്രകൃതിയുടെ സ്വഭാവമാണ്. ഗുണങ്ങളൊന്നും സ്ഥായിയായിട്ടില്ല, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരാളുടെ ഗുണകർമ്മങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെ വർണ്ണം നിശ്ചയിക്കാം? ഒരർത്ഥത്തിൽ ഈ ഭക്തനെ ഒന്ന് ചിന്തിപ്പിക്കുന്നതാണത്. ചിന്തിപ്പിക്കാനായിട്ട് ഗുരു കൊടുക്കുന്ന പ്രേരണകളാണതെല്ലാം. ഗുരുവിന് അറിയാഞ്ഞിട്ടല്ല ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ വർണ്ണം നിശ്ചയിക്കാം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭക്തൻ പറയാണ്, ഗാന്ധിജിയുടെ അഭിപ്രായം മൂലം യാഥാസ്ഥിതികർക്ക് കുറെ ശക്തി കൂടിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ എങ്ങനെ യാഥാസ്ഥിതികർക്ക് ശക്തി കൂടുന്നു? യാഥാസ്ഥിതികർ എന്ന് പറയുന്ന ആരാണ്? ജാതി വ്യവസ്ഥയെ പിന്താങ്ങുന്ന ആളുകൾ. ജന്മനാ ജാതിയുണ്ട് എന്ന് ശഠിക്കുന്നവരാണ് ഈ സാമ്പ്രദായികരായിട്ട് യാഥാസ്ഥിതികരായിട്ട് പറയുന്നത്. ജാതി ജന്മന ഉള്ളതാണെന്ന് വാദിക്കുന്നവരും ശഠിക്കുന്നവരുമാണ് യാഥാസ്ഥിതികർ. അപ്പോൾ അവർക്ക് ശക്തി കൂടിയിട്ടുണ്ട് എന്നാണ് ഈ ഭക്തൻ പറഞ്ഞത്. അപ്പോൾ ഗുരു പറയാണ്, എന്താണ് ഗാന്ധി അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഗാന്ധി വർണ്ണം സ്ഥായിയാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ സ്ഥായിയാണെങ്കിൽ ജാതിയുണ്ട്. വർണ്ണം സ്ഥായിയാണെങ്കിൽ ജാതിയുണ്ട്, അത് സംശയിക്കേണ്ട. സ്ഥായിയാണെങ്കിൽ ജാതിയുണ്ട്. ജന്മന ഒരു ബ്രാഹ്മണൻ്റെ ജാതിയിൽ ജനിക്കുന്ന വ്യക്തി ബ്രാഹ്മണൻ തന്നെ ആയിരിക്കും.
അപ്പോൾ എന്താണ് ഗാന്ധി അങ്ങനെ പറയുന്നത്? ഗുരു ചോദിക്കുകയാണ്, ഗുരുവിനെ പറയാണ്, നല്ലപോലെ ആലോചിച്ചില്ലായിരിക്കാം, ഗാന്ധി നല്ലപോലെ ആലോചിച്ചില്ലായിരിക്കാം. നമ്മുടെ അഭിപ്രായത്തിൽ ജാതിയില്ല. ഗുരു പറയാണ്, നമ്മുടെ അഭിപ്രായത്തിൽ ജാതിയില്ല. ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ദോഷമല്ലാതെ എന്താണ് ഗുണമുള്ളത്? ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ദോഷമല്ലാതെ എന്താണ് ഗുണമുള്ളത്? മഹാകഷ്ടം, ഇനിയും ഈ വിശ്വാസം നീങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഭക്തൻ പറയാണ്, ജാതി കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ജാതി കൊണ്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. പരമ്പരയായി തൊഴിൽ ആചരിച്ചാൽ അത് തൊഴിൽ വിദഗ്ധന്മാരെ ഉണ്ടാക്കുമത്രേ. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ജാതിയുടെ ഗുണമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ഗുണം? പരമ്പരാഗതമായിട്ട് തൊഴിൽ ചെയ്താൽ തൊഴിൽ വൈദഗ്ധ്യം കൂടും എന്നാണ് അതിൻ്റെ ഒരു വാദം, ഒരു ആർഗ്യുമെൻ്റാണത്. അപ്പോൾ ഗുരു പറയാണ്, ജാതി കൊണ്ട് ഒരു ഗുണവുമില്ല, അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യം തടുക്കുന്നു. ഒന്നാമത്തെ ഒരു ഇതാണ്. ഒന്ന്, ജാതി കൊണ്ട് സ്വാതന്ത്ര്യം തടുക്കുന്നു, ബുദ്ധി നശിപ്പിക്കുന്നു. സ്വാതന്ത്ര്യവും ബുദ്ധിയും ഇല്ലാതെ തൊഴിൽ എങ്ങനെ നന്നാവും? എന്നിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മുടെ ആശാരി, കരുവാൻ മുതലായവർക്ക് ഒരു വസ്തുവും അറിയാതെ ആയല്ലോ, ബുദ്ധിയും കെട്ടുപോയി. ജാതി കൊണ്ട് തൊഴിൽ ചീത്തയാകും. ഒരു സംഗതി തന്നെ നോക്കി ലോകത്തിലുള്ള മറ്റ് യാതൊന്നും അറിയാത്തവർക്ക് ഒരു ജോലി നന്നായി ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വാസന പോലെ ഓരോരുത്തർക്കും തൊഴിലിൽ ഏർപ്പെടാനും സൗകര്യമില്ലല്ലോ. ജനിച്ചതുകൊണ്ട് ഒരു ജോലി ചെയ്യുക എന്നാകും. പ്രാപ്തിയും വാസനയും ഇല്ലെങ്കിലും അത് ചെയ്യണം. അപ്പോൾ തൊഴിൽ നന്നാവാൻ വഴിയുമില്ല. ഈ ആർഗ്യുമെൻ്റ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഗുണഘടനയാണ് നമുക്കൊരു തൊഴിലിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്നിലിരിക്കുന്ന ഒരു ഗുണഘടനയാണ് ഒരു തൊഴിൽ ചെയ്യുമ്പോൾ എന്നെ ആസ്വദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ സാത്വിക ഗുണഘടനയുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ എനിക്ക് അധ്യാപനത്തിലും പഠനത്തിലും ചിന്തയിലും പങ്കുവെക്കലുകളിലും നിസ്വാർത്ഥതയിലും ഒക്കെ എനിക്ക് അഭിരമനം ഉണ്ടാവും, ആനന്ദമുണ്ടാവും. എന്നെ പിടിച്ചൊരു കമ്പനിയിൽ മെക്കാനിക്കാക്കിയാലോ ചിലപ്പോൾ എനിക്കതിൽ ആസ്വദിക്കാൻ പറ്റില്ല. അത് വലിയ ദുരന്തമുണ്ടാക്കും ഒരർത്ഥത്തിൽ. ഹിറ്റ്ലറെ കുറിച്ചിട്ട് ഞാനൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരർത്ഥത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ കാഫ് എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു ചിത്രകാരനാകാനുള്ള മോഹം ആയിരുന്നു. ചിത്രകാരനാകണം എന്നുള്ള ആഗ്രഹിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ആ ചിത്രകാരനാകാനുള്ള മോഹം അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഗുണഘടനയിൽ ചിത്രകാരനാകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ചിത്രകാരനാകാനുള്ള ആഗ്രഹം നിറവേറ്റാൻ പറ്റാതെ വന്നു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല. പകരം അദ്ദേഹം മിലിറ്ററിയിലാണ് ചേരുന്നത്. ഒരു ചിത്രകാരനെ പിടിച്ച് മിലിറ്ററിയിൽ ചേർത്താൽ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഗുണഘടന ഒരു മിലിറ്ററിയിലേക്ക് വന്നപ്പോൾ ഡിസ്റ്റോർട്ടഡ് ആകുന്നു, വൈകൃതമുള്ളതായിട്ട് തീരുന്നു. ഗുണഘടനയ്ക്ക് വൈകൃതങ്ങളുണ്ടാകും. അദ്ദേഹത്തിന് സ്വധർമ്മം ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണഘടനയ്ക്ക് വൈകൃതങ്ങളുണ്ടാകുന്നു. ഈ വൈകൃതം അദ്ദേഹത്തെ ഒരു സ്വേച്ഛാധിപതിയായിട്ട് മാറ്റി. ഒരു ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തലങ്ങൾ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനോവൈകൃതങ്ങളുണ്ടായി, ഏകാധിപത്യ ബോധമുണ്ടായി, മറ്റുള്ളവരെ കീഴടക്കാനുള്ള അഭിവാഞ്ഛയുണ്ടായി, തോൽപ്പിക്കാനുള്ളതായി, വംശീയാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. ഇതൊക്കെ ഹിറ്റ്ലറിന് ഉണ്ടായിട്ടുള്ള ഗുണഘടനയ്ക്ക് വിപരീതമായിട്ട് ജീവിക്കാൻ സാമൂഹ്യ സാഹചര്യം നിർബന്ധിതമായപ്പോൾ ഉണ്ടായതാണ്. ഇപ്പം നമ്മളുടെ സമൂഹത്തിൽ തന്നെ ഇത്രമാത്രം വയലൻസുകളും ഇത്ര ഹിംസകൾ ഉണ്ടാകാൻ കാരണമെന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ
നമ്മളുടെ ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ജോലികൾ നമുക്ക് ലഭിക്കുന്നിടത്ത് മാത്രമാണ് ഒരു സമൂഹം ശാന്തവും സമാധാനവും സ്വൈരവുമുള്ള ഒരു ജീവിതത്തിൻ്റെ സമൂഹമായിട്ട് മാറുകയുള്ളൂ. ഇത് ഭഗവത്ഗീത നൽകുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രം കൂടിയാണ്. അതിൽ ഓരോരുത്തർക്കും അവരവരുടെ ഗുണഘടനയ്ക്കനുസൃതമായിട്ട് തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കണം. ഒരിക്കലും സമൂഹത്തിൽ അല്ലെ അച്ഛനമ്മമാരോ കുട്ടികളെ നിർബന്ധിച്ച് അവരുടെ സ്വപ്നങ്ങളിലുള്ള ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മക്കൾക്ക് അവരുടെ ഒരർത്ഥത്തിൽ നമ്മളുടെ ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഗുരുവിൻ്റെ സവിധത്തിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഗുണഘടനയെ ആദ്യം മനസ്സിലാക്കുന്നത് ഗുരുവാണ്. ആ ഗുരുവിന് അതിനുള്ള ഒരു അവകാശമുണ്ട്, അതിനുള്ള സാവകാശമുണ്ട്, അവസരമുണ്ട്. അച്ഛനമ്മമാർ വേണ്ടത്ര ഈ ഗുണഘടനയെക്കുറിച്ചുള്ള ബോധമുള്ളവരാണെങ്കിൽ എൻ്റെ മകന് എൻ്റെ മകൾക്ക് എന്തിലാണ്, ഏത് ഗുണത്തിലാണ് മുൻതൂക്കമുള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വിദ്യകളെ പഠിപ്പിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ വരികയാണെങ്കിലാണ് ഒരു സമൂഹം, ഇപ്പം നമ്മളുടെ എൻ്റെയൊക്കെ ഒരു തലമുറകളിലുള്ള മനുഷ്യരെല്ലാം ജീവിച്ചത് എങ്ങനെയാണ്? ഒരു തൊഴിലുമില്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യങ്ങളായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്ന മനുഷ്യരായിരുന്നു. ഇന്നും ഏറെക്കുറെയൊക്കെ അങ്ങനെ തന്നെയാണ്. ഉപജീവനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ ഗുണ്ടകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ജീവിക്കാൻ, സുഖജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ ഉപദ്രവിച്ചും മനുഷ്യർക്ക് മനുഷ്യത്വത്തിന് വിരുദ്ധമായിട്ടും ഒക്കെ പ്രവർത്തിച്ചുമൊക്കെ ജീവിക്കേണ്ടി വരുന്നത്. ഒരർത്ഥത്തിൽ ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥ ഒരു നിർബന്ധിത വ്യവസ്ഥയല്ല. നമ്മൾ സത്യസാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സ്വയം സ്വധർമ്മനിശ്ചയം വരുത്തിക്കൊണ്ട് നമ്മുടെ ഗുണഘടനയെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ സഹായിക്കുന്ന ഒരു താത്വികമായ അറിവാണ് ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. അത് ഒരു രാജാവോ ഒരു ഭരണാധികാരിയോ നിങ്ങൾ ഇന്ന വർണ്ണക്കാരനാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അതിൽ മാത്രമേ നീ ജീവിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കുന്നൊരു വ്യവസ്ഥയൊന്നുമല്ല. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ വ്യവസ്ഥയാണത്. നിങ്ങളുടെ ഗുണഘടന മനസ്സിലാക്കുക. നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, നിങ്ങൾക്കതിനെ പരിണമിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് സാത്വിക ഗുണം കുറവാണെങ്കിൽ സാത്വിക ഗുണം വളർത്താനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ മടിയനും അലസ്യനുമാണെങ്കിൽ നിങ്ങൾക്ക് രജോ ഗുണം വളർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനർജറ്റിക്കായിട്ട് ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനർജിയെ ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യമൊന്നും ഒരിക്കലും ആരും നിഷേധിച്ചിട്ടില്ല എന്ന് ഉള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെ എടുക്കുകയാണെങ്കിൽ സാമാന്യമായ ഒരു കാറ്റഗറൈസേഷൻ, ഒരു വർഗീകരണം നടത്തിയിരിക്കുന്നു. ഇത് സാമാന്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് 4 വിഭാഗങ്ങളേ ഉള്ളൂ എന്ന് ശഠിക്കാൻ പറ്റില്ല. ഈ ലോകത്ത് ഈ 3 ഗുണങ്ങൾ വെച്ചിട്ട് എത്ര അനുപാതങ്ങളുണ്ടാക്കാം, എണ്ണമറ്റ അനുപാതങ്ങളുണ്ടാക്കാം. എന്നെപ്പോലെ ആയിരിക്കില്ല നിങ്ങൾ ഒന്നും. വ്യത്യസ്തമായിരിക്കാം, വ്യത്യസ്തമായി ചിന്തിക്കുന്നവരായിരിക്കാം, വ്യത്യസ്തമായ അനുഭവ മണ്ഡലങ്ങളുള്ളവരായിരിക്കാം, വ്യത്യസ്തമായ സെൻസിറ്റിവിറ്റി ഉള്ളവരായിരിക്കാം, വ്യത്യസ്തമായ പെർസെപ്ഷൻ ഉള്ളവരായിരിക്കാം. എത്ര വ്യത്യസ്തതയുണ്ട്! ഈ വ്യത്യസ്തതയെ നമ്മൾ അംഗീകരിക്കേണ്ടിയുണ്ട്. അല്ലാതെ എല്ലാവരെയും പിടിച്ച് ഒരു കട്ടിലിൽ, ഒരു ഗ്രീസിൽ ഒരു വലിയ ഒരു രാക്ഷസൻ്റെ കഥ ഗ്രീക്ക് പുരാണങ്ങളിൽ പറയും. ആ രാക്ഷസൻ തൻ്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഒരു അതിഥിയെ ക്ഷണിക്കും. ആ അതിഥിയെ ക്ഷണിച്ചിട്ട് ആ അതിഥി വീട്ടിൽ വരുന്ന നേരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ ഈ ആളെ കെടുത്തും. അപ്പോൾ രാക്ഷസൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കട്ടിൽ കിടത്തിയ ആൾ വലിപ്പം പോരെങ്കിൽ ആ കട്ടിലിനനുസരിച്ച് ഇദ്ദേഹത്തെ വലിച്ച് നീട്ടം വരുത്തും. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം തീരും. ആ കട്ടിലിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നീട്ടത്തെ വർദ്ധിപ്പിക്കും. അതേ രാക്ഷസന് നീളമുള്ള വ്യക്തികളാണെങ്കിൽ 2 ഭാഗത്തു നിന്ന് അമർത്തി അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കും. ഇതാണ് നമ്മളുടെ സമൂഹം ചെയ്യുന്നത്. ശരിക്കും മനുഷ്യനെ ഒരു പ്രത്യേക പാറ്റേണിൽ നിർമ്മിച്ചെടുക്കുക. അങ്ങനെയല്ല ചാതുർവർണ്ണ്യ വ്യവസ്ഥ. ചാതുർവർണ്ണ്യ വ്യവസ്ഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഗുണഘടനയ്ക്കനുസൃതമായിട്ട്
കർമ്മത്തെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചിട്ടില്ല ഒരിടത്തും. ഈ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതല്ല ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ജാതി എന്ന അർത്ഥത്തിലല്ല. ഇപ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇന്ന് നിലനിൽക്കുന്നത് മാറ്റി നിർത്താം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗുണബ്രാഹ്മണൻ, ഗുണക്ഷത്രിയൻ, ഗുണവൈശ്യൻ, ഗുണശൂദ്രൻ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ശരിയാണത്. ഇനി കർമ്മബ്രാഹ്മണൻ, കർമ്മക്ഷത്രിയൻ, കർമ്മവൈശ്യൻ, കർമ്മശൂദ്രൻ, ഇതൊരു വിഭാഗം. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇനി വേറെ ഒരു ഗണനയുണ്ട്. ജാതി ബ്രാഹ്മണൻ, ജാതി ക്ഷത്രിയൻ, ജാതി വൈശ്യൻ, ജാതി ശൂദ്രൻ. അത് നമുക്കിന്ന് ലഭ്യമാണ് ഈ സമൂഹത്തിലെല്ലായിടത്തും. ഗുണബ്രാഹ്മണന്മാരെയും ഗുണക്ഷത്രിയന്മാരെയും ഗുണവൈശ്യന്മാരുടെയും അഭാവം ഇന്ന് ധാരാളമുണ്ട്. അപ്പോൾ ഈ ഗുണഘടനയുടെ അടിസ്ഥാനത്തിൽ ഗുണത്തെയും കർമ്മത്തെയും വെച്ചുകൊണ്ടുള്ള ഒരു അടിസ്ഥാന ധാരണ ഓരോ സാധകനും തിരിച്ചറിഞ്ഞുകൊണ്ട് സാധനാക്രമത്തിൽ ഇത് അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ തന്നെ 18-ാമത്തെ അധ്യായത്തിൽ ആചാര്യസ്വാമികളോട് വ്യാഖ്യാനം എഴുതുന്ന സമയത്ത് എന്താണ് ഈ ബ്രാഹ്മണ ഗുണഘടന എന്നതിന് പറയുന്നത്? തത്ര സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമോദമ തപ ഇത്യാദീനി കർമാണി. ഈ സാത്വിക പ്രധാനിയായ ഒരു വ്യക്തി ആണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുണഘടന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്വം മുൻഗമിച്ച് നിൽക്കും. അദ്ദേഹത്തിൽ സത്വഗുണം മുൻഗമിച്ച് നിൽക്കും. രണ്ടാമത് രജോ ഗുണം, മൂന്നാമത് തമോ ഗുണം. ഇതാണ് ഗുണഘടനയുടെ ഒരു സാമാന്യ സ്വഭാവം. ഇത് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ അതിലും വേരിയേഷൻസ് ഒരുപാടുണ്ട്. മുൻഗമിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ എത്ര വേണമെങ്കിലും വേരിയേഷൻസ് ഉണ്ടാകാം, ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകാം. നമുക്ക് 34% ഒരു സത്വം മുൻഗമിച്ചാൽ അത് സത്വപ്രധാനിയായി ആ വ്യക്തി. 34% മുൻഗമിച്ചാൽ സത്വപ്രധാനിയായി അദ്ദേഹം. ബാക്കി എത്ര രജസ് വരും? അപ്പം രജസിൻ്റെ കോമ്പിനേഷനിലും വ്യത്യാസം ഉണ്ടാകും. എന്തായാലും 34-ൽ താഴെയായിരിക്കും. 34-ൽ എത്ര വരാം? 30 വന്നാൽ എന്താ കുഴപ്പം? ബാക്കിയുള്ള തമസ് വന്നാലോ? ഈ കോമ്പിനേഷനുകളിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും വ്യക്തികളിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിത്വത്തിൻ്റെ ഈ വൈവിധ്യം ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത് പറയുന്നത് ക്ഷത്രിയൻ്റെ ഗുണഘടനയെക്കുറിച്ചിട്ടാണ്. സത്വോപസർജന രജപ്രധാനസ്യ ക്ഷത്രിയസ്യ ശൗര്യ തേജ പ്രഭൃതീനി കർമാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ സത്വം ഉപസർജനം ചെയ്യും, ഉപസർജിതമായിട്ട് വരും, അപ്രധാനമായിട്ട് വരും, രണ്ടാമതായിട്ട് വരും. രജസ് പ്രധാനമായിട്ട് വരും. അപ്പോഴാണ് ക്ഷത്രിയനാകുന്നത്. ക്ഷത്രിയന് രജോ ഗുണമാണ് പ്രധാനമായിരിക്കുന്നത്. പക്ഷേ ക്ഷത്രിയനൊരു വാല്യൂ സ്ട്രക്ചറുണ്ട്, ഘടനയുണ്ട്. അതിന് തൊട്ട് പിന്നിൽ തന്നെ സത്വഗുണം നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ക്ഷത്രിയൻ്റെ ഗുണത്തിൽ പ്രധാനമായും പറയും ശൗര്യം, തേജസ് മുതലായിട്ടുള്ള ഗുണങ്ങളാണ് ക്ഷത്രിയന് വന്നിരിക്കുന്നത്. ആ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള കർമ്മങ്ങൾ തിരഞ്ഞെടുക്കും. ഇതിൽ ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ 41 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളിൽ 42-ാമത്തെ ശ്ലോകത്തിൽ വാസ്തവത്തിൽ പറയുന്നുണ്ട്, ബ്രാഹ്മണ ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മസ്വഭാവജം. ബ്രാഹ്മണൻ്റെ സ്വഭാവം എന്തിൽ നിന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശമം ദമം തപം ശൗചം. ശൗചം എന്ന് വെച്ചാൽ ശുദ്ധി, ക്ഷാന്തി ക്ഷമ, ആർജവം നേരെ ചുവട്, സ്ട്രൈറ്റ് ഫോർവേഡ്നെസ്, വക്രതയില്ല തീരെ. അതുപോലെ ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം. ആസ്തിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അധ്യാത്മ സംസ്കാരത്തിൽ ഉള്ള ദൃഢമായിട്ടുള്ള വിശ്വാസമാണ് ഈ ആസ്തിക്യം എന്ന് പറയുന്നത്.
ആസ്തിക്യ ബുദ്ധി എന്ന് പറയും. വേദങ്ങളിലും വേദവിജ്ഞാനത്തിലും ആചാര്യന്മാരിലുമൊക്കെയുള്ള വിശ്വാസം. ഇതാണ് ബ്രഹ്മകർമ്മ സ്വഭാവജം. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷത്രം കർമ്മ സ്വഭാവജം. ക്ഷാത്രഗുണം എന്ന് പറയുന്നത് ഉള്ള ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നല്ല ശൗര്യമുണ്ടായിരിക്കും, തേജസ് ഉണ്ടായിരിക്കും, ധൃതി, ഉറച്ച തീരുമാനമാണ് ധൃതി എന്ന് പറയുന്നത്. ദാക്ഷ്യം, സാമർഥ്യമാണ് ദാക്ഷ്യം. യുദ്ധേച്ഛ അപി അപലായനം, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാതിരിക്കൽ. ഇവിടെ അർജുനൻ്റെ സ്വഭാവത്തിൽ അത് കണ്ടിട്ടുണ്ട്. യുദ്ധത്തിൽ നിന്നൊന്ന് പിന്തിരിയാനുള്ള പ്രവണത കണ്ടിരിക്കുന്നു. അപ്പോൾ ക്ഷത്രിയൻ എന്ന് പേരുള്ളൂ, ക്ഷത്രിയൻ്റെ ഗുണഘടനയിൽ മാറ്റം വന്നിരിക്കുന്നു ആ സമയത്ത്. അതാണത് എടുത്തു പറയാൻ കാരണം. ദാനം ഈശ്വരഭാവശ്ച, ഈശ്വരഭാവം എന്ന് പറഞ്ഞാൽ ആധികാരികതയാണ് ഈശ്വരഭാവം, ഒരു പവർ. അത് ക്ഷത്രിയനുണ്ട് എപ്പോഴും. ക്ഷത്രിയൻ ഡോമിനൻ്റ് ആയിരിക്കും എപ്പോഴും, വളരെ ശക്തനായിരിക്കും അദ്ദേഹം. ഇതാണ് ക്ഷത്രിയ കർമ്മ സ്വഭാവം എന്ന് പറയുന്നത്. വൈശ്യൻ്റെയും ശൂദ്രൻ്റെയും ഒരൊറ്റ ശ്ലോകത്തിൽ അങ്ങ് പറയാണ്, കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. കൃഷിയും ഗോരക്ഷയും വാണിജ്യവും. ഇന്ന് ഗോരക്ഷ, അന്ന് സമ്പത്ത് എന്ന് പറയുന്നത്, വെൽത്ത് എന്ന് പറയുന്നത് ഗോക്കളായിരുന്നു. ഇന്നിപ്പോൾ അത് അത്ര പ്രസക്തമല്ല. എന്നിരുന്നാലും കൃഷി, വാണിജ്യം, ബിസിനസ്, അതുപോലെ വ്യവസായം, ഇതൊക്കെ ക്ഷത്രിയന്മാർ അല്ലെ വൈശ്യന്മാരുടെ സ്വഭാവമാണ്. ഒരു വൈശ്യനെ പിടിച്ചിട്ട് രംഗനാഥാനന്ദ സ്വാമിജിയുടെ വ്യാഖ്യാനത്തിൽ രംഗനാഥാനന്ദ സ്വാമിജി പറയുന്നുണ്ട് ഒരു ഉദാഹരണം. ഒരു വൈശ്യനായിട്ടുള്ള ഒരാളെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാക്കി നോക്കാൻ പറയാണ്. ആ ക്ഷേത്രം നല്ല കച്ചവട സ്ഥലമാക്കി മാറ്റിത്തരും പറയും. നല്ലൊരു കച്ചവട സ്ഥലമാക്കിയിട്ട് മാറ്റിത്തരും ആ വൈശ്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ബൈബിളിൽ യേശുദേവൻ ഒരു ക്ഷേത്രത്തിൽ, യഹൂദന്മാരുടെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ച് അവിടെയുള്ള കച്ചവടക്കാരെ അടിച്ചോടിക്കുന്നുണ്ട്. എന്നിട്ട് യേശു ചോദിക്കുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കുകയാണോ എന്ന് ചോദിച്ചു. അതിലും മനസ്സിലാക്കാം യേശുവിൻ്റെ ആ സാത്വിക ഭാവം കൊണ്ട് ഈ വൈശ്യന്മാരായവർ വന്ന് ക്ഷേത്രത്തിൽ കച്ചവട സ്ഥലമാക്കുന്നതിനെ എതിർക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ വൈശ്യകർമ്മ സ്വഭാവജമാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ വൈശ്യന്മാരാണ്. വൈശ്യ സ്വഭാവം വളർന്നിരിക്കുകയാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മറ്റാൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, ഇവനിൽ നിന്ന് എനിക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നാണ്. ഒരു വ്യക്തിയെ കണ്ടാൽ ഇവനിൽ നിന്ന് എനിക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നാലാമത്തെ ശൂദ്ര സ്വഭാവം പറയുകയാണ്, പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ഇവിടെ പരിചര്യാത്മകം എന്നതിന് ശുശ്രൂഷ എന്നർത്ഥമാണ് ആചാര്യസ്വാമികൾ. രച ഉപസർജന തമപ്രധാനസ്യ ശൂദ്രസ്യ ശുശ്രൂഷ എവ കർമ്മ എന്നാണ് ആചാര്യസ്വാമികൾ ഭാഷ്യം കൊടുത്തിരിക്കുന്നത്. ശുശ്രൂഷ എന്നതിന് അർത്ഥം ശ്രോതും ഇച്ഛ, ആരെങ്കിലും പറഞ്ഞ കേട്ട അത് ചെയ്യാൻ ഞാൻ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നിങ്ങളിൽ തന്നെ പല ആളുകളുടെയും ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് എനിക്ക് റെഗുലറായിട്ട് സാലറി തരുന്നൊരു ജോലി ഞാൻ ചെയ്യാം എന്ന് പറയുന്നവരുണ്ട്. റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് ലാഭം കിട്ടും, നന്നായി ജീവിക്കാം. വൈശ്യന്മാർ റിസ്ക് എടുക്കും. വൈശ്യനായ ഒരാൾക്ക് റിസ്ക് എടുക്കാൻ കഴിയും, കാരണം പ്രോഫിറ്റ് കിട്ടും റിസ്ക് എടുത്താൽ. പക്ഷെ ശൂദ്രൻ എടുക്കില്ല. ശൂദ്രൻ എന്ന് പറയുന്നത് ജാതിശൂദ്രനെ അല്ല, ഗുണശൂദ്രനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശൂദ്രത്വമുള്ള ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ സബ്മിസീവാണ്. അവൻ പറയുന്നത് എനിക്ക് റെഗുലറായിട്ട് വലിയ റിസ്ക് ഒന്നുമില്ലാത്ത ഇൻകം കിട്ടിയാൽ മതി, ഒരു 10,000 റുപ്യ കിട്ടിയാൽ മതി, 1,00,000 തരാം നിനക്ക്, നീ റിസ്ക് എടുക്കുമോ? റിസ്ക് എടുക്കില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയും. എന്താ കാരണം? ഗുണഘടന അങ്ങനെയാണ്. അവൻ റിസ്ക് എടുക്കില്ല. അവന് സ്വസ്ഥമായിട്ട് പരിചര്യാത്മകം കർമ്മ ചെയ്താൽ മതി. എന്തെങ്കിലും ഓഫീസിലെ വേലകളൊക്കെ ചെയ്ത് ഞാനിവിടെ ടൈപ്പ് ചെയ്തിരുന്നോളാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നോളാം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നിർബന്ധിതമല്ലതൊന്നും. ഒരു ദിവസം ശൂദ്ര ഗുണഘടനയുള്ളൊരു വ്യക്തി ആലോചിക്കുകയാണ്, എനിക്ക് മാത്രം ഈ ദുർബലത എന്തിനാണ്? ഞാൻ മാത്രം ഈ
ഈ 10,000 രൂപയ്ക്ക് ഇങ്ങനെ ജോലി ചെയ്തിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കുകയും ഞാനും റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ്റെ ഗുണഘടനയ്ക്ക് പരിവർത്തനമുണ്ടാകും. അവൻ പരിവർത്തനത്തിന് വിധേയമാകുന്ന സാഹചര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. അവൻ സ്വയം ധീരവാനാകാൻ ശ്രമിക്കും. അവൻ റിസ്കുകൾ എടുക്കാൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ ഗുണഘടന മാറുകയും അവൻ്റെ ഗുണഘടന മാറുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും. ഇതൊക്കെ പരിവർത്തനാത്മകമാണ്. ഇവിടെ ഒന്നും പരിവർത്തനമല്ലാത്തതല്ല. അപ്പം അതുകൊണ്ട് ഈ ശ്ലോകം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ശ്ലോകത്തിൽ ജാതി ബ്രാഹ്മണ്യത്തെയോ ജാതി ക്ഷത്രിയത്വത്തെയോ ജാതി ശൂദ്രത്വത്തെയോ വൈശ്യത്വത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നതല്ലത്. വാസ്തവത്തിൽ ഗുണഘടനാപരമായിട്ട് ഓരോരുത്തരും അവരവരുടെ ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ട് ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലിനെ തിരഞ്ഞെടുത്തുകൊണ്ട് സാമൂഹികതയിൽ ഒരു സന്തുലനം ഉണ്ടാക്കണം. സാമൂഹികതയിൽ ഒരു നല്ല ബാലൻസ് സൃഷ്ടിക്കാനായിട്ട് കഴിയണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് 3 ശ്ലോകങ്ങളുണ്ട്. അടുത്ത ശ്ലോകം കൂടി എടുക്കാം. 2 ശ്ലോകം കൂടി. ശ്ലോകം 14. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സബധ്യതേ. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യഹ അഭിജാനാതി കർമ്മഭിഹി ന സബധ്യതേ എന്ന് പദച്ഛേദം. അർത്ഥം മാം എന്നെ കർമാണി കർമ്മങ്ങൾ ന ലിംബന്തി. ഭഗവാൻ പറയാണ്. ഭഗവാൻ പറയുന്നതോട് കൂടെ നിങ്ങൾക്കും പറയാം സ്വയം. എന്തെന്ന് വെച്ചാൽ നമുക്ക് സ്വയം പറയാം, എന്നെ കർമ്മങ്ങൾ ലേപനം ചെയ്യുന്നില്ല. ലിംബന്തി എന്ന് പറഞ്ഞാൽ ലേപനം ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. എന്നെ ഒരു കർമ്മവും എന്നെ ബാധിക്കുന്നില്ല. പറയാൻ പറ്റുമോ നമുക്ക്? കാരണം എന്താ? നമുക്ക് കർമ്മഫലകാംക്ഷയുണ്ട്. കർമ്മഫലത്തിൽ പ്രതീക്ഷയുണ്ട്. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അനുകൂലമായൊരു ഫലം പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അനുകൂലമായൊരു ഫലം പ്രതീക്ഷിച്ചാലും നമുക്ക് കർമ്മത്തിൻ്റെ ബാധയുണ്ടാകും. മാത്രമല്ല നമ്മുടെ ഉള്ളിൽ കർമ്മം ചെയ്യുന്ന തലത്തിൽ ഒരു അഹങ്കാരം പ്രവർത്തിക്കുന്നുണ്ട്. കർത്തൃത്വബോധം. ആ കർത്തൃത്വബോധം ശക്തമാണ് നമ്മളിൽ. കർത്തൃത്വബോധം മാറ്റിയെടുക്കാൻ പറ്റുമോ? കർമ്മഫലകാംക്ഷ നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെ മാറ്റാം? നിഷ്കാമമായി കർമ്മം ചെയ്യാൻ പഠിക്കാം, കർമ്മയോഗയായിട്ട്. മാത്രമല്ല ഈശ്വരാർപ്പിതമായിട്ട് കർമ്മം ചെയ്യാൻ പഠിക്കാം. അത് ബോധപൂർവം നമുക്ക് ചെയ്തു നോക്കാം. അതിന് കർമ്മയോഗ എന്ന് പറയാം. പക്ഷെ കർത്തൃത്വബോധമോ? കർത്തൃത്വബോധം സമ്പൂർണമായിട്ട് പോകണമെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനത്തിലൂടെ മാത്രമാണ് അഹങ്കാരത്തിൻ്റെ മൂലനാശം ഉണ്ടാവുള്ളൂ. കർത്തൃത്വബോധം എന്ന് പറയുന്നത് ജീവൻ കർത്തൃത്വഭാവം കൈക്കൊണ്ടുകൊണ്ട് പെരുമാറുന്നതിനെയാണ് ജീവൻ എന്ന് പറയുന്നത് തന്നെ. ജീവഭാവത്തിൻ്റെ ആത്യന്തിക ലക്ഷണം എന്താ? കർത്തൃത്വബോധം തന്നെയാണ്. ഭോക്തൃത്വബോധവും ജീവനുണ്ട്. ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മളെ ബാധിക്കുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്നു, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. അത് ബാധിക്കുന്നില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ, അത് വിശദമാക്കിയിട്ടില്ല, ചാതുർവർണ്ണ്യത്തിൻ്റെ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാമെങ്കിലും ഞാൻ കർത്താവല്ല. ഭഗവാനിൻ്റെ ഭാവത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭഗവാൻ പരമാത്മസ്വരൂപനാണ്. പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാന് കർത്തൃത്വബോധമില്ല. കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ലോകസൃഷ്ടിയും ലോകത്തിൻ്റെ സംരക്ഷണവും സംഹർത്താവുമായിരിക്കുന്ന ഭഗവാന് കർത്തൃത്വബോധമില്ലാത്തത് കൊണ്ട് തന്നെ ഭഗവാൻ തൻ്റെ കർമ്മങ്ങളുടെ കർത്തൃത്വത്തെ നിഷേധിക്കുന്നു. അത് നിഷേധിക്കാൻ നമുക്ക് നമ്മളുടെ കർമ്മങ്ങളുടെ കർത്തൃത്വത്തെ നിഷേധിക്കാൻ പറ്റുമോ? ആ നിരാകരണം നമ്മളിൽ വരുന്ന നേരത്ത് നേതി നേതി എന്നുള്ള നിരാകരണം നമ്മളിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾക്കും ജ്ഞാനമാർഗത്തിൽ മുന്നേറാനായിട്ട് പറ്റും. ആ നിരാകരണം ശരിക്കും ജ്ഞാനത്തിൻ്റെ മാർഗം നെഗറ്റീവ് വഴിയാണ്. വയ നെഗറ്റീവ എന്നാണ് പാശ്ചാത്യർ പറയുക.
വയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കുന്ന മാർഗമാണ്, നിഷേധിച്ച് കൊണ്ടുപോകുന്ന ഒരു മാർഗമാണ് ഈ ജ്ഞാനത്തിൻ്റെ മാർഗം. ഇതല്ല എന്ന് പറയുന്നതാണ്. പിന്നെ എന്താണ് ഞാൻ എന്താണ് എന്നുള്ളത് പറയാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. അവസാനം ഞാൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആത്മാവെന്ന് പറയാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. അനുഭൂതിയായിട്ട് അറിയാനുള്ളതാണ് ആത്മസ്വരൂപം. അനുഭൂതിയായിട്ട് അറിയുമ്പോൾ ആ അനുഭൂതിയിൽ നമുക്ക് സംശയങ്ങൾ നിവാരിതമായിത്തീരുന്നു. ഒരു തരത്തിലുള്ള സംശയവുമില്ലാതിരിക്കാൻ കഴിയുന്നു. ആ സംശയരഹിതമായിട്ടുള്ള ബോധനിലയിൽ ഒരു മനുഷ്യന് സ്ഥിതി ചെയ്യാൻ കഴിയുമ്പോൾ അത് തന്നെയാണ് ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. അവിടെ കർത്തൃത്വത്തിൻ്റെ സ്ഥിതിയില്ല അവിടെ. അതുകൊണ്ട് അത്തരത്തിൽ ഒരു വ്യക്തി കർമ്മം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ കർമ്മം അകർമ്മമാണ്, കർമ്മമല്ലത്. ഭഗവാൻ കർമ്മം ചെയ്യുമ്പോൾ അകർമ്മമാണ്. നമ്മൾ കർമ്മം ചെയ്യുമ്പോഴോ അത് സകാമകർമ്മമാണ്, വെറും കർമ്മമല്ല, സകാമമാണത്. അതിൽ നല്ല കാമമുണ്ട്, ഫലേച്ഛയുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാനെ നമ്മൾ ചിന്തിക്കുന്നു. എങ്ങനെ ചിന്തിക്കുന്നു? ഭഗവാൻ പറയുന്നു, നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ. എനിക്ക് കർമ്മഫലത്തിൽ സ്പൃഹ, ആഗ്രഹമില്ല. സ്പൃഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, കർമ്മഫലത്തിൽ അശേഷ ആഗ്രഹമില്ല. അപ്പം നമ്മൾ ചോദിക്കും, ഒരു ആഗ്രഹമില്ലാതെ ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെന്താ ജീവിച്ചിട്ട് കാര്യം ഇവിടെ? പക്ഷെ ഭഗവാൻ വേറൊരിടത്ത് പറയുന്നുണ്ട്, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം അനുവദനീയമാണെന്ന്. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ആർക്കനുവദനീയമാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആർക്കാ അനുവദനീയമായിട്ടുള്ളത്? കർമ്മയോഗിക്ക് എന്ന് പറയാം. അപ്പോൾ കർമ്മയോഗി സ്വധർമ്മം അനുഷ്ഠിക്കുന്ന വേളയിൽ സ്വധർമ്മത്തിലൊരു കാമം നിക്ഷിപ്തമാണ്. എല്ലാ ധർമ്മത്തിലും കാമമുണ്ട്. പക്ഷെ സ്വധർമ്മത്തിൽ ആരുടെ കാമമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ജീവന്റെ കാമമാണോ? ജീവന്റെ കാമമല്ല, ഈശ്വരന്റെ കാമമാണത്. എൻ്റെ സ്വധർമ്മത്തിൽ ആരുടെ കാമമാണ് ഇരിക്കുന്നത്? വ്യക്തികാമമല്ല, ഈശ്വരകാമമാണ്. അപ്പോൾ ഈശ്വരൻ്റെ കാമമാണ് ധർമ്മത്തിന് അവിരുദ്ധമായിരിക്കുന്നത്, വിരുദ്ധമല്ലാത്തത്. ജീവന്റെ വ്യക്തിയുടെ കാമം ധർമ്മത്തിനെന്നും വിരുദ്ധമായിരിക്കും. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ സ്വധർമ്മം എന്ന് പറയുമ്പോഴും ധർമ്മം എന്ന് പറയുമ്പോൾ ആ ധർമ്മത്തിലൊരു കാമമുണ്ട്. ആ കാമം ഈശ്വരൻ്റെ കാമമാണ്. ഒരു ജീവൻ്റെ സൃഷ്ടിയും ജീവൻ്റെ നിലനിൽപ്പും ജീവൻ്റെ പരിണാമത്തിലുമൊക്കെ ഒരു കാമം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈശ്വരീയമായ കാമമാണ്. ഈശ്വരീയമായ കാമം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി ഈശ്വരീയമായ കാമമാണ്. പക്ഷേ ആ പ്രപഞ്ച സൃഷ്ടിയിൽ ഭഗവാൻ സ്വപക്ഷത്വം നോക്കുമ്പോൾ അകാമനാണ്, കാമമില്ലാത്തവനാണ്. ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. ഒരിക്കൽ നാരായണ ഗുരുസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ വയ്യാതെ കിടക്കുകയാണ്. കൊല്ലത്ത് ഒരു വീട്ടിൽ, പ്രാക്കുളത്ത് വയ്യാതെ കിടക്കുക. അപ്പോൾ ആ വഴിയിലൂടെ ഗുരുസ്വാമികൾ വർക്കലയിലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പണിയാനായിട്ട് കുറച്ച് ഗൃഹസ്ഥന്മാരുടെ വീട്ടിൽ നിന്ന് പണം പിരിക്കാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് അറിയുന്നത് ചട്ടമ്പി സ്വാമികൾ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ, ഗുരുസ്വാമികൾ, അതിൽ നാരായണ ഗുരുസ്വാമികൾ ആ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടിന് മുമ്പ്, അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ നാരായണ ഗുരുസ്വാമികളെ വളരെ നാളുകൾക്ക് ശേഷം കാണുകയാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ കണ്ട വഴിക്ക് നാണുവിനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ പ്രവൃത്തിയാരുദ്യോഗമാണെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. പണമൊക്കെ പിരിക്കാൻ നടക്കല്ലേ. അപ്പോൾ അവരുടെ സ്വാഭാവികമായ സൗഹൃദത്തിൽ നിരന്തരമായ നർമ്മങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയല്ല അത്. ഇന്നിപ്പോൾ ആളുകൾ അവിടെ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കണം ഇവരെ ബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ. പക്ഷെ അവരുടെ ബന്ധങ്ങളിൽ സ്വാഭാവികമായ നർമ്മങ്ങളും സംഭാഷണങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ നർമ്മകുശലനുമായിരുന്നു. പ്രവൃത്തിയാരുദ്യോഗമാണെന്ന് കേട്ടല്ലോ എന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന് പറഞ്ഞു. പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ആർക്കും മനസ്സിലാകില്ല. ഒരർത്ഥത്തിൽ കർമ്മമുണ്ട്, കർത്താവില്ല എന്നാണ് എൻ്റെ അർത്ഥം. കർമ്മമുണ്ട്, കർത്താവില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞാൽ
കർത്തൃത്വ ബോധമില്ലാതെ കർമ്മം ചെയ്യുന്നതിനെ ആണ് പ്രവൃത്തിയുണ്ട്, ആരില്ല എന്നുള്ള ആ സംഭാഷണ ശകലത്തിൽ നിന്ന് നമുക്ക് എത്ര ചെറിയ വാക്യം, സാധാരണക്കാരുടെ സംഭാഷണം, പക്ഷെ അതിൽ എത്ര വലിയ തത്വമാണ് ഇരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ചട്ടമ്പിസ്വാമികൾ അന്ന് ചിരിച്ചതിന് കയ്യും കണക്കില്ല എന്ന് പറയണം. അതുപോലെ അത് ആസ്വദിച്ചു എന്നാണ് പറയുന്നത് ആ മറുപടി. രണ്ടുപേരും കുറേ നേരം അവിടെ ഇരുന്നു, ചെലവഴിച്ചു. വാസ്തവത്തിൽ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികളെ അവസാനമായിട്ട് കാണുന്നത് അവിടെ വെച്ചാണ്. 1924 ചട്ടമ്പിസ്വാമികൾ മഹാസമാധി പ്രാപിച്ചു. ചട്ടമ്പിസ്വാമികൾക്ക് ശേഷം 4 വർഷം കഴിഞ്ഞിട്ടാണ് ഗുരുദേവൻ്റെ മഹാസമാധി സംഭവിച്ചത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, നമാം കർമാണി ലിംബന്തി, കർമ്മങ്ങൾ എന്നെ ലേപനം ചെയ്യുന്നില്ല. നമ്മളുടെ മനസ്സിനെയും നമ്മുടെ ബോധത്തെയും കർമ്മങ്ങൾ ലേപനം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ കർമ്മങ്ങൾ നമ്മളെ ബന്ധിപ്പിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. ആരെയും ബന്ധിപ്പിക്കുകയില്ല, കർമ്മങ്ങൾ ബന്ധിപ്പിക്കുകയില്ല. 15ാമത്തെ ശ്ലോകം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈഃ അപി മുമുക്ഷുഭിഃ കുരു കർമ്മ ഏവ തസ്മാത്വം പൂർവൈഃ പൂർവതരം കൃതം എന്ന് പദച്ഛേദം. ഏവം ഇപ്രകാരം, ജ്ഞാത്വ അറിഞ്ഞിട്ട്. എപ്രകാരം അറിയണം? നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ച തന്നെ ആയതുകൊണ്ട് നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ. ഭഗവാൻ പറയുന്നു, എനിക്ക് കർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നില്ല, കർമ്മഫലത്തിൽ എനിക്ക് ആഗ്രഹവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാതെ കർമ്മങ്ങൾ ലേപനം ചെയ്യാതെ നമുക്ക് പൂർവൈഹി മുമുക്ഷുഭിഹി, മുമുക്ഷുക്കളാൽ, മുമ്പുള്ള മുമുക്ഷുക്കൾ ഇങ്ങനെ തന്നെയാണ് കർമ്മം ചെയ്തിട്ടുള്ളത്. അവർ ചെയ്ത കർമ്മങ്ങൾ എങ്ങനെയാണ്? പൂർവൈരവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് കാലത്തുള്ള മുമുക്ഷുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം ആഗ്രഹിക്കുന്നവരാണ് മുമുക്ഷുക്കൾ. അവർ ചെയ്തിട്ടുള്ളത്, അവർ എന്തുകൊണ്ട് മുമുക്ഷുക്കൾ ഇങ്ങനെ കർമ്മം ചെയ്തു? അവർ ചിത്തശുദ്ധീകരണാർത്ഥം ചെയ്തു. അവരുടെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട് ഫലകാംക്ഷയില്ലാതെ, ഫലത്തിൽ ഇച്ഛയില്ലാതെ, സ്പൃഹയില്ലാതെ ചെയ്തു. കുരു കർമ്മയുവ തസ്മാത്വം, അതുകൊണ്ട് നീയും ഈ പൂർവൈഹി പൂർവതരം കൃതം, പൂർവികരായിട്ടുള്ളവർ ചെയ്തതുപോലെ നീയും ചെയ്യൂ എന്നാണ് ഉപദേശം. ഭഗവാൻ ഉപദേശിച്ച് ഇവിടെ നിർത്തുകയാണ്. നീ കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാതെ, കർമ്മഫലേച്ഛയില്ലാതെ, കർമ്മം ബാധിക്കാതെ നിഷ്കാമമായിട്ട് നീയും കർമ്മം ചെയ്യൂ. നിന്നെ കർമ്മം ബന്ധിക്കുകയില്ല. നിൻ്റെ ജീവിതം കർമ്മത്തിൻ്റെ ലോകത്ത് നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ, വേറൊരു വഴിയില്ല. ഇന്നർ പ്യൂരിഫിക്കേഷൻ ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ഫോർ സെൽഫ് റിയലൈസേഷൻ. ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആദ്യ പടിയാണത്. അപ്പോൾ ആന്തരിക ശുദ്ധീകരണം, ഇതാണ് ലഘുവായിട്ട് ഈ 3 ശ്ലോകത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. വാസ്തവത്തിൽ ആ ആദ്യമെടുത്ത ഇതുണ്ടല്ലോ, ചാതുർവർണ്ണ്യം, അത് കുറേയും കൂടി വിശദീകരിക്കേണ്ടതാണ്. സ്വാമിജി അത് അവസാന സെഷനിൽ നിങ്ങളോട് പറഞ്ഞോളും, സംസാരിച്ചോളും കുറച്ചുകൂടി ആ കാര്യത്തിൽ. ഞാൻ നാരായണ ഗുരുകുല പരമ്പരയിൽ നിന്ന് വരുന്നത് കൊണ്ട് ഞാൻ അതിനെ ഗുരുവുമായിട്ട് ബന്ധിപ്പിച്ച് സംസാരിച്ചു എന്ന് മാത്രം. നിങ്ങളോട് ഗുരുവിൻ്റെ വീക്ഷണങ്ങളും ഗുരുവിൻ്റെ ചിന്തകളും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് സംസാരിച്ചു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഗുരുപരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഓം.